സ്വാമി ശരണം. സന്നിധാനത്തും പരിസരത്തുമുള്ള ഹോട്ടലുകളിൽ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധന നടത്തി. ഗ്യാസ് സിലിണ്ടറുകൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാത്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകും. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ട മറ്റ് സുരക്ഷാ നിർദ്ദേശങ്ങളും ഹോട്ടലുകൾക്ക് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ നൽകി. വെടിപ്പുര, ഗോഡൌൺ തുടങ്ങിയ സ്ഥലങ്ങളും പരിശോധിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയതായി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ചാർജ് ഓഫീസർ അരുൺ ഭാസ്കർ അറിയിച്ചു. നമ്മൾ സന്നിധാനത്തും പരിസരത്തുള്ള ഹോട്ടലുകളുടെ പരിശോധനയാണ്, സുരക്ഷാ പരിശോധന ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് വളരെ അപകടകരമായ രീതിയിലാണ്. സിലിണ്ടറുകൾ കൂടുതൽ എണ്ണം 30-40 എണ്ണമൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുപ്പിനടുത്ത് വെച്ചിട്ട് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. സിലിണ്ടർ പെട്ടെന്ന് ചൂട് തട്ടി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ അടുപ്പും സിലിണ്ടർ ട്യൂബൊക്കെ ഒടിഞ്ഞു കിടക്കുന്ന കേസുകളുണ്ട്. അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഹോട്ടലുകൾ പരിശോധിക്കുന്നത്. അപ്പോൾ കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, അവർക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്ത് കൃത്യമായിട്ട് അകത്ത് വെച്ച് റൂമിനകത്ത് എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എക്സ്റ്റിംഗ്വിഷർ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ അല്ലെ 2-ൽ കൂടുതൽ സിലിണ്ടർ ഉണ്ടെങ്കിൽ പുറത്ത് ട്യൂബ് ഇട്ടിട്ട് പുറത്ത് ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് അതിൽ സിലിണ്ടർ വെച്ചിട്ട് ട്യൂബ് ഇട്ട് അകത്തേക്ക് വലിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ അടുത്ത് വെച്ച് സിലിണ്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാനും അതുപോലെ തന്നെ പല സ്ഥലത്തും ആൾക്കാർ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവൻ വരെ അപകടത്തിലാവുന്ന കേസാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഹോട്ടലിലും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. 1-2 ഹോട്ടലിൽ മാത്രം ഈ പുറത്തുനിന്ന് ട്യൂബ് ഇട്ടിട്ട് അകത്തേക്ക് പുറത്ത് സിലിണ്ടർ സ്റ്റോർ ചെയ്തിട്ട് അകത്തേക്ക് ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഓരോ അടുപ്പിനടുത്ത് വെച്ചും സിലിണ്ടർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് ലീക്കായാലോ അല്ലെങ്കിൽ ചൂട് തട്ടി പൊട്ടിത്തെറിച്ചാലോ അതിനകത്തുള്ള ആൾക്കാർക്ക് ഫുൾ അപകടം പറ്റും ആ കേസ്. അപ്പോൾ അത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ അത് പരിശോധിക്കുക. അത് മാത്രമല്ല നമ്മൾ ഈ സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലവും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുൽമേട് എന്നുള്ള വഴിയിൽ നമ്മൾ സ്വാമിമാർ പല കാട്ടിലൊക്കെ പർണ്ണശാല കെട്ടിയിട്ട് സിലിണ്ടർ ഉപയോഗിക്കുന്ന കേസുകളുണ്ട്. അതും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഉള്ള LPGയുടെ ഗോഡൗൺ, ദേവസ്വം ബോർഡ് ഗോഡൗൺ ഉണ്ട്, അതും നമ്മൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാഗസിൻ, വെടിക്കെട്ട്, മാളികപ്പുറം, അതുപോലെ കൊപ്രാക്കളത്തിന് താഴെയുള്ള വെടിപ്പുര, അതിനെ പരിശോധിച്ചിട്ട് വേണ്ട സേഫ്റ്റി സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചില കേസിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്.